നിർമ്മിത ബുദ്ധിയെ ദുരുപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന വൻ റാക്കറ്റ് രാജ്യത്ത് സജീവമാവുകയാണ്. അത്തരത്തിലൊരു തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ട ഒരു മലയാളി കുടുംബം കടന്നുപോയ അവസ്ഥയെക്കുറിച്ചാണ് മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ 24 സംഘം ഇപ്പോൾ ഡോംബിവലിയിലാണ് എത്തിയിട്ടുള്ളത്. പണം നഷ്ടപ്പെട്ട തോമസ് എബ്രഹാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ഒപ്പം തന്നെ ഡോംബിവലിയിലെ കേരള സമാജം ചെയർമാൻ വർഗീസ് ഡാനിയൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ആദ്യം എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. തോമസ് ഏട്ടാ, എന്താ അന്ന് സംഭവിച്ചത്? അന്ന് ഒരു 11:30 ആയപ്പോൾ എനിക്കൊരു കോള് വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെ? ഞാൻ പറഞ്ഞു കോളേജിൽ പോയി. കോളേജിൽ ചെന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു കോളേജിൽ പോയാൽ കോളേജിൽ ചെന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, അവനൊരു ക്രൈമിലകപ്പെട്ട് ഞങ്ങളും ഇവിടെ പിടിച്ചു വെച്ചേക്കുക. അത് അവൻ തെറ്റ് ചെയ്തേക്കുക. അവൻ്റെ കൂട്ടത്തിൽ 3-4 പിള്ളേർ വേറെയുമുണ്ട്. പോലീസാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പം ഞാനാകെ പേടിച്ചു പോയി. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. എന്നോട് കുഞ്ഞിനെ കൊണ്ട് എനിക്ക് എൻ്റെ ചെറുക്കനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ എൻ്റെ ഫോൺ തന്നിട്ട് എൻ്റെ ചെറുക്കൻ്റെ അതേ സൗണ്ടിൽ പപ്പ ഇവരെന്നെ അടിക്കുന്നു നമ്മുടെ മലയാളത്തിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുവാ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് 80,000 രൂപ തരണം. 80,000 രൂപ തന്നാൽ നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷൊന്നുമില്ല തരാൻ. പിന്നെ അക്കൗണ്ടിൽ എത്ര കാണും? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ അക്കൗണ്ടിലൊന്നുമില്ല, ഒരു 10-12 വല്ലതും കാണും. ഉള്ളത് ഇപ്പോൾ ഇടാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു നമ്പർ തന്നു. 12,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇതിൽ തീരത്തില്ല, ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം, നമുക്കൊരു കാര്യം ചെയ്യാം, 40,000 രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 28,000 രൂപ ഇട്ട് വീണ്ടും പൈസ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. അതിനെ ഞാൻ പിന്നെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞ് എവിടെ പോയതാ, കുഞ്ഞ് കോളേജിലുണ്ടോയെന്ന് എളുപ്പം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അവിടെ നിന്ന് ഇറങ്ങി കോളേജിൽ ചെന്ന് കുഞ്ഞിനെ കണ്ടുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവൻ കോളേജിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഞങ്ങളെന്നാൽ പൈസ ഇട്ടില്ലേ അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഫോൺ കട്ടായി. ഇവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? കുഞ്ഞെന്നോട് സംസാരിച്ചാൽ നമ്മുടെ മലയാളത്തിൽ അതേ ശബ്ദമായിരുന്നു. അതേ ശബ്ദം. സൗണ്ടിന് ഒരു ശകലമെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് വരത്തില്ല. ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ കോളേജിൽ ചെന്നു, കുഞ്ഞിനോട് സംസാരിച്ചു. കുഞ്ഞിനോട് പപ്പായെ സംസാരിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പപ്പായ്ക്ക് ജീവൻ നേരെയത്. കാരണം ഞാൻ കുഞ്ഞിനോട് സംസാരിച്ചെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് കുഞ്ഞുണ്ടെന്നറിയാം. പിന്നെയും പപ്പായ്ക്ക് ഇത്ര കോള് വന്നപ്പം അതപ്പോൾ ഒരു പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഓടിച്ചെന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട്. ആൾക്കാരെ പെട്ടെന്ന് പേടിപ്പിച്ചുകൊണ്ട്, ആ സിറ്റുവേഷനിൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ പേടിപ്പിച്ചുകൊണ്ട് ഈ ആൾക്കാരെ ത്രട്ടനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടക്കുന്നത്. ഇതിനെ എങ്ങനെയായാലും ഇനിയും ഒരു ആൾ പോലും ഇങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല. ഡേ ബൈ ഡേ ഓരോ ദിവസം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് മലയാളികൾക്കിടയിൽ മുംബൈയിൽ നിന്ന് വരുന്നത്. ഡോംബിവലിയിൽ നിന്ന് ഏറ്റവും ഒടുവിലെ അനുഭവം നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഡോംബിവലിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.